ഗൈസ്, ഞാൻ പാട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മഞ്ഞളിൻ്റെ പാട്ടുമാണ് കേട്ടോ. മഞ്ഞൾ എത്ര എണ്ണം ഉണ്ടോ? 1 2 3 4 5 5എണ്ണമാണ്. നമുക്കിപ്പോൾ 5എണ്ണമാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നട്ടിരുന്നാൽ നമുക്കിനി കടയിൽ നിന്ന് കുറച്ചൊക്കെ വാങ്ങിച്ചാൽ മതി. ഇതൊക്കെ വലിയതായിട്ട് അടുത്ത വർഷമൊക്കെ ഇതൊക്കെ നല്ല എല്ലാം പിടിച്ച് നമുക്ക് വിളവെടുപ്പൊക്കെ ആവും. കണ്ടോ, ഇത് വിത്തിന് വെച്ചേക്കണെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതും വിത്തിന് വെച്ചേക്കണെന്നാണെന്ന് തോന്നുന്നു. അത് മിറ്റില്ല, ഇത് വിത്തിന് വെച്ചേക്കണെയാണെന്ന് തോന്നുന്നു. ഇത് വിത്തിന് വെച്ചേക്കണേണാ ഗൈസ്, ഇത് വിത്തിന് വെച്ചേക്കണെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇത് ഫുള്ള് വളർത്തി നോക്കുന്നത് അച്ഛനാണ്. ഇതൊക്കെ ഞാൻ ഇതുവരെ ഇത് കണ്ടില്ല. ഞാൻ ഈ മണ്ടയിലൊന്നും വഴിയില്ല. കാരണം രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ പാമ്പ് ഇറങ്ങും. അന്നൊരു ദിവസം ഇവിടെ പാമ്പ് വന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ രാത്രി ഞാൻ പുറത്തൊന്നും ഇറങ്ങൂല. അപ്പോൾ ഇങ്ങനെ സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് ഞായറാഴ്ചയൊക്കെ ഞാൻ വീട്ടിൻ്റെ അകത്തായിരിക്കും നിൽക്കുന്നത്. എൻ്റെ വാവയുടെ അതൊക്കെ കളിച്ചായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങില്ല. ഇങ്ങനത്തെയൊക്കെ സമയത്തായി ഇറങ്ങുള്ളൂ. ഇതെന്താണെന്ന് നിങ്ങൾ ആലോചിക്കായിരിക്കും. ഇതെന്താ ഈ ബ്ലൂ സാധനം? ഇത് പന്തലാണ് കേട്ടോ. ഇതിൽ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പയറും എന്തെങ്കിലുമൊക്കെ പടത്തി വിടാം. പിന്നെ ഇവിടെ തന്നെ ഈ പന്തലൊക്കെ കെട്ടുന്ന അച്ഛനാണ് കേട്ടോ. ഇത് വളമാണ്, എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വളമാണ്. ഇത് ബക്കറ്റ്. ഇനി ഇത് നമ്മുടെ വളമാണ്. ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ള വളമാണ്. ചുറ്റുപാടും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പം ചെറിയ വെയിലുണ്ട് കേട്ടോ. ഇപ്പം എത്ര 2:53 ആയിട്ടുണ്ട് സമയം. കണ്ടോ, ഇത് നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു വയലാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് ഒരു വ്യൂ പോയിന്റ് കാണാൻ. നമ്മുടെ വീട് 2 നില വീടുണ്ട്. ഇത് നമ്മുടെ റൂബി നിൽക്കുന്നു ഗൈസ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അവൾ എന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. റൂബി, അവൾ നമ്മളെ മൈൻഡ് ചെയ്യാൻ പോലും ഇല്ല. അവൾ എന്താ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. റൂബി ഗൈസ്, അവൾ നോക്കി നമ്മളെ കണ്ടായിരുന്നു, പക്ഷെ അവൾ മൈൻഡ് ചെയ്തില്ല. ഇത് നമ്മൾ 2 നില ഉള്ള വീടാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ചായ കുടിക്കും. നല്ല രസമായിരിക്കും, നല്ല വ്യൂ പോയിൻ്റ് ആയിരിക്കും. ഈ വയലൊക്കെ കണ്ടും അങ്ങോട്ട് വയലാണ്. നമ്മൾ പണ്ട് അങ്ങോട്ട് പോകില്ലായിരുന്നു. അവിടെ ഫുള്ള് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ താന്നു പോകും നമ്മൾ. അവിടെ ഒരു കുളമുണ്ട്. അങ്ങോട്ട് പോയാൽ നമുക്ക് അവിടെ കുളമുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. ഒരു ഭംഗിയുള്ള വ്യൂ പോയിൻ്റാണ്. അവിടെ തന്നെ കണിക്കുന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇതെൻ്റെ വീട്ടിലല്ല, വേറെ വീട്ടിൽ കണിക്കുന്നതാണ്. കണ്ടോ, വിഷുവിനെ നമുക്ക് ഇവിടെ നിന്ന് അവിടുത്തെ അമ്മ തരും കേട്ടോ. കണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഇവിടെയാണ്. കാരണം നല്ല ഭംഗി. കണ്ടോ, അവിടെ ഒരു ബ്ലൂയിഷ് കളറ് ആയിട്ട് ഒരു കടലിൻ്റെയൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാർട്ട് 3 കൂടെ ഇട്ടിരിക്കാം കേട്ടോ.